നമസ്കാരം. എഡ്യൂടെക്കിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9th സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ട്രിപ്പിൾ ബോണ്ടിനെ കുറിച്ചാണ്, ത്രിബന്ധനത്തിനെ കുറിച്ചായിരുന്നു. നമ്മൾ നൈട്രജൻ്റെ കേസിൽ ഒരു എക്സാമ്പിളായിട്ട് തന്നായിരുന്നു. നൈട്രജൻ്റെ ബോണ്ടിങ് നിങ്ങൾ വരച്ചു കാണിക്കാൻ പറഞ്ഞായിരുന്നു. അത് ഇങ്ങനെയാണ്. നൈട്രജൻ എടുക്കുമ്പോൾ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 5 എന്ന് വരും. So when you draw the dot diagram for the formation of nitrogen molecule ഫോം ചെയ്യുന്നത് വെച്ചാൽ രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്താണ് ഒരു നൈട്രജൻ്റെ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഫോർമേഷൻ്റെ ഒരു ഡോട്ട് ഡയഗ്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നൈട്രജൻ എടുക്കുമ്പോൾ നൈട്രജൻ്റെ ഔട്ടർ മോഷനിനകത്ത് 5 ഇലക്ട്രോൺസ് ആണുള്ളത്, 5 ഇലക്ട്രോൺസ്. ആ 5 ഇലക്ട്രോൺസിനെ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അനദർ നൈട്രജൻ ദാറ്റ് ഓൾസോ കൺസിസ്റ്റ് ഓഫ് 5 ഇലക്ട്രോൺസ്. അവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 5 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ഇങ്ങനെയാണ് അവർ തമ്മിൽ ഒരു കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഓരോ നൈട്രജനും സ്റ്റേബിൾ ആകാൻ വേണ്ടി 5 ഇലക്ട്രോൺസ് ഔട്ടർ മോഷനിനകത്തുണ്ട്. സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ 8 ആയിട്ട് മാറണം. അങ്ങനെ 8 ആയിട്ട് മാറണമെങ്കിൽ ഈച്ച് നൈട്രജൻ റിക്വയർസ് 3 ഇലക്ട്രോൺസ്. ഫോർ ദാറ്റ് ദീസ് വിൽ ഷെയർ 3 ഇലക്ട്രോൺസ് ടുഗദർ. അവരെന്ത് ചെയ്യും? ഓരോ നൈട്രജൻ ആറ്റങ്ങളും 3 വീതം ഇലക്ട്രോണുകൾ പരസ്പരം എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. സോ അതിൻ്റെ ഷെയറിങ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ first nitrogen, its outermost shell contains 5 electrons. Second nitrogen also contains 5 electrons in its outermost shell. So for attaining stability, this nitrogen will share 3 electrons from the second nitrogen atom. So ഈ രീതിയിൽ ഷെയറിങ് നടക്കുന്നത്, ഇങ്ങനെ ഒരു ഷെയറിങ് നടക്കും. ഇപ്പോൾ now its outermost shell becomes 8. കണ്ടോ? 3, 6, 8. അതുപോലെ this nitrogen will share 3 electrons from the first nitrogen atom. Okay, ഒന്നാമത്തെ നൈട്രജനിൽ നിന്നും 3 ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. Now it becomes 8, 3, 6, 8. This thus it can attain stability. Okay, 3 വീതം ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്യുന്നു. അങ്ങനെ 3 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ്. such bonding is called a triple bond. We can represent this triple bond by 3 hyphen. Thus we can represent triple bond. This is actually the formation of nitrogen molecule. അപ്പോൾ നിങ്ങൾ കണ്ടു, 3 വീതം ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം ബോണ്ടിങ്ങിനെ വിളിക്കുന്നവരെ ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നൈട്രജൻ മോളിക്യൂളിനകത്ത് ഇടയിൽ ഉള്ളത് ഏത് ബോണ്ടിങ് ആണ്? ത്രിബന്ധനമാണ്, ട്രിപ്പിൾ ബോണ്ടാണുള്ളത്. മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്ത്? മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷെയറിങ്ങിലൂടെ ഉണ്ടാകുന്ന ബോണ്ടിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോവാലന്റ് ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണുകളെ പരസ്പരം പങ്കുവെച്ചുകൊണ്ടുണ്ടാകുന്ന രാസബന്ധനമാണ് സഹസംയോജക ബന്ധനം. സഹസംയോജക ബന്ധനത്തിന് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു: ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം. ത്രിബന്ധനത്തിന് ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് മോളിക്യൂൾ. നമുക്ക് മറ്റൊരു മോളിക്യൂൾ നോക്കാം. ഫോർമേഷൻ ഓഫ് HCl, ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം. So hydrogen chloride HCl, hydrogen plus Cl gives HCl. ഈ രീതിയിലാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് ആയിട്ട് മാറുന്നു. In the case of hydrogen, when you look at the outermost shell of hydrogen, hydrogenന്റെ atomic number 1 ആണ്. So its electronic configuration is 1. And for chlorine it is 2, 8, 7 because its atomic number is 17. Outermost shell contains 7 electrons. Okay. അപ്പോൾ ഹൈഡ്രജൻ്റെ നമ്മൾ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഹൈഡ്രജൻ്റെ ഔട്ടർ മോഷനിനകത്ത് 1 ഇലക്ട്രോൺ, ക്ലോറിൻ്റെ ഔട്ടർ മോഷനിനകത്ത് 7 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഹൈഡ്രജന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹീലിയം ആറ്റത്തിന് സമാനമായിട്ട് മാറി 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഹൈഡ്രജന് സ്റ്റേബിളായിട്ട് മാറാൻ പറ്റും. അതുപോലെ ക്ലോറിന് സ്റ്റേബിൾ ആകണമെങ്കിൽ 1 ഇലക്ട്രോണിനെ കിട്ടിയാൽ മതിയായിരിക്കും. അപ്പോൾ 2 ആറ്റങ്ങൾക്ക് ഓരോ ഇലക്ട്രോണുകൾ വീതം കിട്ടിയാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. So in this case also each atom share 1 electron. അപ്പോൾ ഓരോ ആറ്റവും എന്ത് ചെയ്യുന്നത്? ഓരോ ഇലക്ട്രോണുകളെ വീതം പരസ്പരം പങ്കുവയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. ഈ കേസിലും ഓരോ ആറ്റങ്ങളും ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? പരസ്പരം പങ്കുവയ്ക്കുകയായിരിക്കും ചെയ്യുന്നത്. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ടേക്സ് പ്ലേസ് ഇൻ ദിസ് കേസ്. ഈ കേസിനകത്ത് നടക്കാൻ പോകുന്നത് എന്താണ്? ഷെയറിംഗ് ആയിരിക്കും നടക്കുന്നത്. ഓരോ ആറ്റങ്ങളും പരസ്പരം ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഹൈഡ്രജൻ ഇതിൻ്റെ ഔട്ടർ മോഷനിൽ നിന്ന് 1 ഇലക്ട്രോൺ ഷെയർ ചെയ്യും. അപ്പോൾ ദാറ്റ് മീൻസ് വെൻ യു ഡ്രോ ദ ഡോട്ട് ഡയഗ്രാം, ഹൈഡ്രജൻ്റെ ഔട്ടർ മോഷനകത്ത് 1 ഇലക്ട്രോൺ ആൻഡ് ഇൻ ദ കേസ് ഓഫ് ക്ലോറിൻ ഇറ്റ് കണ്ടെയ്ൻസ് 7 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഈ ഹൈഡ്രജൻ ക്ലോറിൻ്റെ ഔട്ടർ മോഷനകത്ത് നിന്ന് 1 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. കണ്ടല്ലോ, ഷെയറിങ് നടന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ടർ മോഷനകത്ത് 2 മാറി. ദാറ്റ് മീൻസ് ഹീലിയം ആറ്റത്തിന് സമാനമായിട്ട് മാറി ആൻഡ് ഇറ്റ് ക്യാൻ ബിക്കം സ്റ്റേബിൾ. ഓക്കെ, അതുപോലെ ക്ലോറിന് സ്റ്റേബിൾ ആകണമെങ്കിൽ 1 ഇലക്ട്രോൺ കിട്ടും. ഇറ്റ് വിൽ ഷെയർ 1 ഇലക്ട്രോൺ ഫ്രം ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ്റെ ഔട്ടർ മോഷനിലുള്ള 1 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും.
So when you look at the outermost shell of chlorine, now it becomes 2, 4, 6, 8. Thus it can attain stability. അങ്ങനെ ഓരോ ആറ്റങ്ങൾ എന്തായിട്ട് മാറി, സ്റ്റേബിളായിട്ട് മാറി ബൈ ഷെയറിങ് ഇലക്ട്രോൺസ്. അങ്ങനെ ഷെയറിങ്ങിലൂടെ ഉണ്ടാകുന്നു. ഇവിടെയും നടന്നത് ഷെയറിംഗ് ആണ്. ഷെയറിങ്ങിലൂടെ ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. So we can represent sharing of one pair of electrons, so it can be represented as H single bond Cl. So we get HCl, the molecule HCl. So it is a compound, ഒരു സംയുക്തം ഫോം ചെയ്തു. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളിലൂടെ ഫോം ചെയ്തു. മനസ്സിലായല്ലോ എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ഷെയറിംഗ് നടന്നു? മനസ്സിലായോ? ഓരോ ആറ്റത്തിനും സ്റ്റേബിളായിട്ട് മാറാനായിട്ട് എത്ര വീതം ഇലക്ട്രോണുകൾ കിട്ടണമായിരുന്നു? ഓരോ ഇലക്ട്രോണുകൾ വീതം കിട്ടണമായിരുന്നു. സോ അതിനുവേണ്ടി അവർ എന്ത് ചെയ്തു? പരസ്പരം ഇലക്ട്രോണുകളെ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്, ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ സംഭവിച്ചത് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോ വാലന്റ് ബോണ്ടിങ് ആണ്. ഓക്കെ, ഇത്തരം രാസബന്ധനത്തെ നമ്മൾ വിളിച്ചു വരുന്നത് സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോ വാലന്റ് ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ മോളിക്യൂൾ, ഇറ്റ് ഈസ് എ കോമ്പൗണ്ട്, ഇതൊരു സംയുക്തമാണ് ഇവിടെ ഉണ്ടായത്. വൺ മോർ എക്സാമ്പിൾ ഇസ് ദെയർ. ദർ ഇസ് ഫോർമേഷൻ ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. നോക്കിയേ എങ്ങനെയാണ് കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. കാർബൺ ടെട്രാക്ലോറൈഡ്. സോ കാർബൺ ടെട്രാക്ലോറൈഡ് പേരിൽ നിന്ന് അറിയാം, കാർബൺ ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്താണ് കാർബൺ ടെട്രാക്ലോറൈഡ് CCl4 ഉണ്ടാകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പോൾ ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് 287 ആണ്, ബിക്കോസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ 17. ആൻഡ് ഇൻ ദ കേസ് ഓഫ് കാർബൺ ഇറ്റ്സ് അറ്റോമിക് നമ്പർ 6, സോ കോൺഫിഗറേഷൻ 24 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ കാർബണിന്റെ ഔട്ടർ മോഷനിനകത്ത് 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതുപോലെ ക്ലോറിന്റെ ഔട്ടർ മോഷനിനകത്ത് 7 ഇലക്ട്രോണുകളുമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, കാർബണിന് സ്റ്റേബിൾ ആകണമെങ്കിൽ ഇറ്റ് നീഡ്സ് 4 more ഇലക്ട്രോൺസ്. 4 ഇലക്ട്രോണുകൾ കൂടി കിട്ടണം കാർബൺ സ്റ്റേബിൾ ആകാനായിട്ട്. അതേസമയം ക്ലോറിന് സ്റ്റേബിൾ ആകാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1 ഇലക്ട്രോണിനെ മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ കെമിക്കൽ ബോണ്ടിങ് നടക്കുക? കാർബണിന് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണമെങ്കിൽ ഇറ്റ് നീഡ്സ് 4 more ഇലക്ട്രോൺസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്ലോറിൻ ഇറ്റ് റിക്വയർസ് only 1 ഇലക്ട്രോൺ ഫോർ അറ്റൈനിങ് സ്റ്റെബിലിറ്റി. So in such cases, one carbon atom will combine with the 4 different chlorine atoms. അപ്പോൾ ഈ സാഹചര്യം സംഭവിക്കുന്നതാണ്. ഇവിടെ കാർബണിന് 4 ഇലക്ട്രോൺസിനെ കിട്ടണം. സോ സ്വാഭാവികമായിട്ടും ഈ ഒരു കാർബൺ ആറ്റം 4 വ്യത്യസ്ത ക്ലോറിൻ ആറ്റങ്ങളുമായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. അപ്പോൾ ഈ ഒരു കാർബൺ ആറ്റം 4 വ്യത്യസ്ത ക്ലോറിൻ ആറ്റങ്ങളുമായിട്ട് ഒരേ സമയം എന്ത് ചെയ്യും? രാസബന്ധനത്തിലെ കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ അതിന് കാരണം മനസ്സിലായല്ലോ. കാർബണിന് സ്റ്റേബിൾ ആകണമെങ്കിൽ 4 ഇലക്ട്രോൺസ് കിട്ടണം. പക്ഷെ ക്ലോറിന് എത്ര മതി? 1 മതി. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നതാണ്, ഒരു കാർബൺ 4 ക്ലോറിൻ ആറ്റങ്ങളുമായിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആൻഡ് ദ ബോണ്ടിങ് ക്യാൻ ബി റെപ്രസെന്റ് ലൈക്ക് ദിസ്. സോ കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ക്ലോറിന് എത്രയേ ഉള്ളൂ? 7 എണ്ണമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഇങ്ങനൊരു ബോണ്ടിങ് നടന്നു. സോ ഇങ്ങനൊരു ബോണ്ടിങ് നടക്കുമ്പോൾ ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് 8 ആയി. പക്ഷേ കാർബണിൻ്റെ 2, 3, 4, 5 ആയതേ ഉള്ളൂ. എന്ത് ചെയ്യും? വീണ്ടും അടുത്തൊരു ക്ലോറിനുമായിട്ട് അടുത്ത ഇലക്ട്രോൺ അടുത്തൊരു ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യും. സോ ഇവിടെയും ക്ലോറിൻ 8 ആയി. അതുപോലെ ഇതും അടുത്തൊരു ക്ലോറിനുമായിട്ട് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. സോ ഇവിടെയും ഇങ്ങനെ ബോണ്ടിങ് നടക്കും. ലാസ്റ്റ് വൺ ആൾസോ കമ്പൈൻസ് വിത്ത് അനദർ ക്ലോറിൻ ആറ്റം, മറ്റൊരു ക്ലോറിൻ ആറ്റവുമായിട്ടും കമ്പൈൻ ചെയ്യുന്ന ഈ രീതിയിൽ. ഓക്കെ, അപ്പോൾ ഓരോ ക്ലോറിനും സ്റ്റേബിൾ ആയി കഴിഞ്ഞു. അതുപോലെ കാർബണും എന്ത് ചെയ്യും? ഓരോ ക്ലോറിൻ്റെയും ഔട്ടർ മോസ്റ്റിൽ നിന്ന് ഓരോ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. ഇപ്പോൾ നോക്കിയാൽ 2, 4, 6, 8 കാർബൺ സ്റ്റേബിൾ ആയിട്ട് മാറി. ഓക്കെ, സോ 1 കാർബൺ ആറ്റം കമ്പൈൻസ് വിത്ത് 4 ഡിഫറെൻറ്റ് ക്ലോറിൻ ആറ്റംസ്. 4 വ്യത്യസ്ത ക്ലോറിൻ ആറ്റത്തിലുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ഷെയർ ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് ഷെയറിംഗ് ഓഫ് 1 പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. സോ സിംഗിൾ ബോണ്ട് Cl, ഇവിടെയും ഏകബന്ധനം, ഇവിടെയും ഏകബന്ധനം, ഇവിടെയും ഏകബന്ധനം. എന്തുകൊണ്ടെന്ന് മനസ്സിലായല്ലോ? ഷെയറിംഗ് ഓഫ് 1 പെയർ ഓഫ് ഇലക്ട്രോൺ, ഒരു ജോഡി ഇലക്ട്രോണുകളെയാണ് പങ്കുവെച്ചത്. ദസ് വി വിൽ ഗെറ്റ് CCl4 കാർബൺ ടെട്രാക്ലോറൈഡ്. മനസ്സിലാവോ പറഞ്ഞത്? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബോണ്ടിങ് നടന്നു? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ രീതിയിലും എന്ത് ചെയ്യാം? കോമ്പൗണ്ട്സ് ഫോം ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഉണ്ടായത് ഒരു സംയുക്തമാണ്, ഒരു കോമ്പൗണ്ടാണ് എന്ത് ചെയ്ത് ഫോം ചെയ്തത്. ഇങ്ങനെ കോവാലന്റ് ബോണ്ടിങ്ങിലൂടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോവാലന്റ് കോമ്പൗണ്ട്സ് വിളിക്കുന്നത്. നമ്മൾ കോവാലന്റ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സഹസംയോജക സംയുക്തങ്ങൾ എന്ന് വിളിക്കും. അപ്പോൾ ഒരു സംയുക്തം എടുക്കുമ്പോൾ
സംയുക്തങ്ങൾ. ഒരു സംയുക്തം എടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ബന്ധനം എന്ന് പറയുന്നത് സഹസംയോജക ബന്ധനമാണെങ്കിൽ അത്തരം സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണ് സഹസംയോജക സംയുക്തങ്ങൾ, കോവാലന്റ് കോമ്പൗണ്ട്സ്. ഇപ്പോൾ കോവാലന്റ് കോമ്പൗണ്ട്സിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കോമ്പൗണ്ട്സ് വിച്ച് ആർ ഫോംഡ് ഡ്യൂ ടു കോവാലന്റ് ബോണ്ടിങ്, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ ബോണ്ട് അതിൻ്റെ ഇടയിലുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്? കോവാലന്റ് ബോണ്ടിങ് ആണെങ്കിൽ സച്ച് കോമ്പൗണ്ട്സ് ആർ കോൾഡ് കോവാലന്റ് കോമ്പൗണ്ട്സ്. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് മീഥേൻ്റെ ഫോർമേഷൻ എഴുതിക്കോളൂ. മീഥേൻ CH4 ഫോർമേഷൻ ഒന്ന് എഴുതി നോക്കുക. CH4 എങ്ങനെയുണ്ടാകുമെന്ന് എഴുതി നോക്കുക. ഓക്കെ, എങ്ങനെയാണ് ഈ CH4 എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്ത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലുള്ള കോമ്പൗണ്ട്സ് കണ്ടു കഴിഞ്ഞു. അയോണിക് കോമ്പൗണ്ട്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പഠിച്ചത് എന്താണ്? കോവാലന്റ് കോമ്പൗണ്ട്സ്. നമുക്ക് ഒരു കാര്യം കൂടി പഠിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ അയോണിക് കോമ്പൗണ്ട്സും കോവാലന്റ് കോമ്പൗണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള വ്യത്യാസങ്ങൾ? അയോണിക സംയുക്തങ്ങളും സഹസംയോജക സംയുക്തങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അയോണിക സംയുക്തങ്ങൾ നോക്കുകയാണെങ്കിൽ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. ഇപ്പോൾ അയോണിക് കോമ്പൗണ്ട്സും അതുപോലെ അയോണിക സംയുക്തങ്ങൾ, അതുപോലെ കോവാലന്റ് കോമ്പൗണ്ട് സഹസംയോജക സംയുക്തങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊരു അയോണിക് കോമ്പൗണ്ടിൻ്റെ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു എക്സാമ്പിളാണ് സോൾട്ട്, കോമൺ സോൾട്ട്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, കറിയുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ്, റോക്ക് സാൾട്ട് എന്നൊക്കെ പറയുന്ന സാധനം. നമ്മൾ ആ ഒരു എക്സാമ്പിൾ വെച്ച് അതിൻ്റെ പ്രത്യേകതകൾ പറയാൻ പോവുകയാണ്. ഫസ്റ്റ് അതിൻ്റെ സ്റ്റേറ്റ് പറയാൻ പോവുകയാണ്, അതിൻ്റെ അവസ്ഥ പറയാൻ പോവുകയാണ്. കല്ലുപ്പ് എന്ന് പറയുന്നത് ഏതവസ്ഥയാണ്? ഖരാവസ്ഥയാണ്, സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റും അയോണിക് കോമ്പൗണ്ട്സ് എല്ലാം തന്നെ സോളിഡ്സ് ആണ്, അല്ലെങ്കിൽ ഖര അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അയോണിക സംയുക്തങ്ങളെല്ലാം ഏതവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയാൻ പറ്റും? ഖര അവസ്ഥയിൽ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ കോവാലന്റ് കോമ്പൗണ്ട്സ് ഒക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ ക്ലോറൈഡ് ഈസ് എ കോവാലന്റ് കോമ്പൗണ്ട്, CCl4 ഈസ് എ കോവാലന്റ് കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദീസ് കോവാലന്റ് കോമ്പൗണ്ട്സ് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫോം. ഖര അവസ്ഥയിലുള്ള കോവാലന്റ് സംയുക്തങ്ങൾ, സഹസംയുജ സംയുക്തങ്ങളുണ്ട്, അതുപോലെ ദ്രാവകാവസ്ഥയിലുള്ളവയുണ്ട്, അതുപോലെ വാതകാവസ്ഥയിൽ വാട്ടർ ഈസ് എ കോവാലന്റ് കോമ്പൗണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകമാണ്. ഇപ്പോൾ ദ്രാവകാവസ്ഥയിലുള്ള കോവാലന്റ് സംയുക്തങ്ങളുണ്ട്. അപ്പോൾ സഹസംയുജ സംയുക്തങ്ങൾ എടുക്കുമ്പോൾ സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടും, അതുപോലെ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടും, ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ എക്സിസ്റ്റ് ഇൻ ഗേഷ്യസ് ഫോം. അപ്പോൾ ഖരം, ദ്രാവകം, അതുപോലെ തന്നെ വാതകം എന്നീ അവസ്ഥകളിൽ ആർക്ക് സ്ഥിതി ചെയ്യാൻ പറ്റും? സഹസംയോജ സംയുക്തങ്ങൾക്ക് സ്ഥിതി ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് ദാറ്റ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദ ഫോം ഓഫ് എന്തായിട്ട്? സോളിഡ്സ് ആയിട്ട് മാത്രം കാണപ്പെടുന്നു. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോവാലന്റ് കോമ്പൗണ്ട്സ് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫോം. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞത് എന്താണ്? ഉപ്പാണ്. ഈസ് ഇറ്റ് സോൾബിൾ ഇൻ വാട്ടർ? വെള്ളത്തിൽ ലയിക്കുമോ? സോ ഓൾ ദി അയോണിക് കോമ്പൗണ്ട്സ് ദാറ്റ് ആർ സോൾബിൾ ഇൻ വാട്ടർ, ഓക്കെ, റെഡിലി സോൾബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ നന്നായിട്ട് ലയിക്കുന്നവയാണ് ആരെന്ന് പറയുന്നത്? അയോണിക സംയുക്തങ്ങൾ. അയോണിക സംയുക്തങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ സോലുബിൾ ആണ്. ദേ ആർ സോലുബിൾ ഇൻ വാട്ടർ സോലുബിൾ ആണ്, വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. ഇപ്പോൾ കോവാലന്റ് കോമ്പൗണ്ട്സ് എടുക്കുമ്പോൾ സം ഓഫ് ദി കോവാലന്റ് കോമ്പൗണ്ട്സ് ആർ വാട്ടർ സോലുബിൾ തന്നെയാണ്. ബട്ട് മെജോറിറ്റി ഓഫ് ദി കോവാലന്റ് കോമ്പൗണ്ട്സ് ആർ സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ് ലൈക്ക് കാർബൺ ടെട്രാക്ലോറൈഡ്, സ്പിരിറ്റ്, ഇതുപോലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിലൊക്കെയാണ് മിക്ക കെറോസിൻ, മണ്ണെണ്ണയിലേക്ക് സോലുബിളാണ്. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്, സഹസംയോജിത സംയുക്തങ്ങൾ എടുക്കുമ്പോൾ ദേ ആർ സോലുബിൾ ഇൻ വാട്ടർ. സം ഓഫ് ദി കോവാലന്റ് കോമ്പൗണ്ട്സ് ആർ സോലുബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിക്കുന്നവയുണ്ട്, വാട്ടർ സോലുബിൾ ആയിട്ടുള്ളവയുണ്ട്, വാട്ടർ സോലുബിൾ ആയിട്ടുള്ളവയുണ്ട്. കൂടാതെ അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? ദേ ആർ സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവെൻസിലായിരിക്കും കൂടുതൽ എന്താണ് സോലുബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഓർഗാനിക ലായകങ്ങളിലാണ് കൂടുതൽ സോലുബിൾ ആയിട്ടുള്ളത്. കാർബൺ ടെട്രാക്ലോറൈഡ് പോലെയുള്ള ഓർഗാനിക് സോൾവെൻസിലായിരിക്കും ഇവർ എന്ത് ചെയ്ത് സോലുബിൾ എന്ന് പറയുന്നത്. മനസ്സിലാവുമല്ലോ പറഞ്ഞത്? നെക്സ്റ്റ് നമ്മൾ പറയാവുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ കുറിച്ചാണ്. വൈദ്യുതി കടത്തി വിടുമോ ഇല്ലേ എന്നുള്ളതാണ്. സോ ഇൻ ദ കേസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്, നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഉപ്പുവെള്ളം എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മോൾട്ടൻ സ്റ്റേറ്റിലുള്ള ഉപ്പ് എടുക്കുന്നു, സോൾട്ട് എടുക്കുന്നു. വെൻ യു പാസ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്, ഇസ് ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യിപ്പിക്കുമോ? ഷുവറായിട്ട് കണ്ടക്ട് ചെയ്യിപ്പിച്ചിരിക്കും. So in the case of ionic compounds, when it is in the form of solution or in the form of molten state, they conduct electricity. Okay, അപ്പോൾ അയോണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നുകിൽ ഉരുകിയ അവസ്ഥയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ, ലായനി ആയിരിക്കുന്ന അവസ്ഥയിൽ അവർ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യിപ്പിക്കും.
വെറുതെ അല്ല, മോൾട്ടൻ സ്റ്റേറ്റിലും അതുപോലെ എന്തിലും സൊല്യൂഷൻ്റെ ഫോമിലും. സൊല്യൂഷൻ ആയിരിക്കുമ്പോഴും എന്ത് ചെയ്യും, വാട്ടർ സൊല്യൂബിൾ സൊല്യൂഷൻ ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് കോവാലന്റ് കോമ്പൗണ്ട്സ് ദേ ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അവർ മോൾട്ടൻ സ്റ്റേറ്റിലായാലും ദ്രാവക രൂപത്തിലായാലും സൊല്യൂഷൻ ആയാലും എന്തില്ല, ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് അല്ല. ദേ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, ദ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, ബാഡ് കണ്ടക്ടറാണ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? In the case of ionic compounds, when it is in the form of molten state or in the form of solution, they conduct electricity. But in the case of covalent compounds, they are bad conductors of electricity. മനസ്സിലാവുമല്ലോ പറഞ്ഞത്. The next property, that is about the melting point and boiling point of compounds, ionic compounds and covalent compounds. So in the case of ionic compounds, നമ്മൾ പറഞ്ഞു സോൾട്ടിൻ്റെ കേസിൽ അതിനെ മെൽറ്റ് ചെയ്യിപ്പിക്കണമെന്ന് വിചാരിച്ച് ഹൈ ടെമ്പറേച്ചർ വേണ്ടി വരും. നമ്മൾ ആ ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യേണ്ടി വരും. സോ ഇൻ ദ കേസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്, അവയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആർ വെരി 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 ഹൈ. ഓക്കെ, വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ദ്രവണാങ്കവും തിളനിലയൊക്കെ വളരെ വളരെ ഹൈ ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞ സോളിഡ്സ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ മെൽറ്റ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു ഉയർന്ന താപനില വേണ്ടി വരും. വീണ്ടും നമ്മൾ അതിനെ ബോയിൽ ചെയ്യിപ്പിക്കണമെങ്കിൽ വീണ്ടും കുറച്ചൊരു ഹൈ ടെമ്പറേച്ചർ വേണ്ടി വരും. സോ ഇൻ ദ കേസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് ദെയർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആർ വെരി ഹൈ. നമ്മൾ പറയും കോവാലന്റ് കോമ്പൗണ്ട്സ് പറഞ്ഞാൽ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അപ്പോൾ പല അവസ്ഥകളിലുള്ളത് കൊണ്ട് തന്നെ താരതമ്യേന നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ദ്രവണാങ്കവും അതുപോലെ തിളനിലയും എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഓക്കെ, കുറവായിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് കോവാലന്റ് കോമ്പൗണ്ട്സ് ആർ ലോ. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് ആൻഡ് കോവലന്റ് കോമ്പൗണ്ട്സ്, അല്ലെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ട് അവർ ചോദിക്കും ഇതിൽ ഏതാണ് അയോണിക് കോമ്പൗണ്ട്സ്. അയോണിക് കോമ്പൗണ്ട്സിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? സോളിഡ്സ് ആയിരിക്കും, വാട്ടർ സോലുബിൾ ആയിരിക്കും, ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ദ ഫോം ഓഫ് മോൾട്ടൻ സ്റ്റേറ്റ് ആൻഡ് സൊല്യൂഷൻ ഫോം, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദെയർ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ആർ വെരി ഹൈ. നമ്മൾ സഹസംയോജന സമിതികളെ കുറിച്ച് പറഞ്ഞ എന്തൊക്കെയാണ്? സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ കാണപ്പെടുന്നു. അതുപോലെ വെള്ളത്തിൽ ലയിക്കുന്നവയുണ്ട്. അതുപോലെ തന്നെ കൂടുതലും എന്താണ്, ഓർഗാനിക് സോൾവെൻസിലാണ് സോൾബിൾ ആയിട്ടുള്ളത്. മിക്കവയും ഓർഗാനിക് ലായകങ്ങളിൽ ലയിക്കുന്നവയായിരിക്കും. പിന്നെ പറഞ്ഞത് ദേ ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുതവാഹി ചാലകങ്ങളല്ല എന്ന് പറയുന്നത്, വൈദ്യുതവാഹികളല്ല, വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാർക്കില്ല, സഹസംയോജിത സംയുക്തങ്ങൾക്കില്ല. പിന്നെ പറഞ്ഞത് അവയുടെ ദ്രവണാങ്കവും തിളനിലയും താരതമ്യേന കുറവായിരിക്കും. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും താരതമ്യേന എന്തായിരിക്കും? കുറവായിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് കോവലന്റ് കോമ്പൗണ്ട്സ് പഠിച്ചു, അതിനകത്തുള്ള ബോണ്ടിങ് നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ അയോണിക് കോമ്പൗണ്ട്സും കോവലന്റ് കോമ്പൗണ്ട്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത പോർഷനുമായി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.